ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷഹനാസ് ഈസി ടിപ്സ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മീനച്ചാറിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ വരുന്ന കുഞ്ഞ് ബെൽ ബട്ടണും കൂടി മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോവാം. നമ്മൾ ഈ മീനച്ചാറ് കുടുത വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു മൊത്തം കുടുത എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇത് ഞാനിപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ചെറിയ കഷ്ണങ്ങൾ വേണം നമ്മൾ നമ്മുടെ ഈ അച്ചാറിന് എടുക്കാനായിട്ട്. എന്നാലാണ് മസാല ഒക്കെ നന്നായി പിടിക്കുകയും അതുപോലെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ അച്ചാറിന് എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറിയ കഷ്ണങ്ങൾ തന്നെയാണല്ലോ എടുക്കാറ്. ഇനി നമുക്ക് ഈ മീനൊന്ന് കായം പരട്ടിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2 ടീസ്പൂൺ സുർക്കയാണ്. സുർക്കും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ മീനൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അധികം കുത്തി കലക്കാണ്ട് വേണം മിക്സ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ മീനൊക്കെ ഉടഞ്ഞു പോവും. മസാല ഒക്കെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ തന്നെ നന്നായി മിക്സ് ചെയ്യുക. അധികം കുത്തി കലക്കാണ്ട് പതിയെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഞാനിപ്പോൾ ഇതൊരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇനി എടുക്കുന്നുള്ളൂ. ഇനി നമ്മുടെ മീനൊക്കെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു 3 മണിക്കൂറോളം ആയിട്ടുണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ട്രിപ്പായിട്ട് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. എപ്പോഴും ഇളക്കേണ്ടതൊന്നുമില്ല. പിന്നെ പൊടിയാണ്ട് നോക്കണം. പിന്നെ നമ്മുടെ മീൻ നന്നായി കട്ടിയായിട്ട് വരരുത്, ക്രിസ്പായിട്ട്. എന്നാൽ ഉള്ളൊക്കെ നന്നായി വേവും വേണം. ആ ഒരു രീതിയിലാണ് നമ്മളിത് പൊരിച്ചെടുക്കേണ്ടത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ചെമ്മീനും ബീഫൊക്കെ അച്ചാറിടാം. അച്ചാറിടുമ്പോൾ എപ്പോഴും മുള്ളൊന്നും ഇല്ലാത്ത നല്ല പീസ് അച്ചാറിടുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് കോരിയെടുക്കാം. ഇനി ഇതുപോലെ തന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇതപ്പോൾ ലാസ്റ്റ് ട്രിപ്പും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാനുള്ള പരിപാടികൾ നോക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ബാക്കി ഓയിൽ നമ്മുടെ മീൻ പൊരിച്ച ഓയിൽ തന്നെ അതന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 3-3.5 ടേബിൾ സ്പൂൺ ഉണ്ടാവും. ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോയി കിട്ടണം. അതുവരെ ഒന്ന് ചെറുതായി ഇളക്കി കൊടുക്കുക. ഈ ഒരു രീതിയിൽ അച്ചാർ ഉണ്ടാക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റായ അച്ചാറാണ് നമുക്ക് കിട്ടുക. ഇനി ഇതിലേക്ക് ഒരു 2 തണ്ട് വേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഒരിക്കൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അത്രയും ടേസ്റ്റാണ് നമ്മുടെ ഈ അച്ചാറിന്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആദ്യം 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തായി ഇതിലേക്ക് പുളിക്ക് വേണ്ട സുർക്ക ഒഴിച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞാൻ വീണ്ടും ഒരു 1/4 കപ്പ് ഒഴിച്ച് തന്നെ മൊത്തം 3/4 കപ്പോളം സുർക്ക ഒഴിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ എപ്പോഴും ഇടുമ്പോൾ കുറച്ച് കൂട്ടിയിടുക. അച്ചാറിന് കുറച്ച് ഉപ്പൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ പൊരിച്ച് വെച്ചിരുന്ന നമ്മുടെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ അച്ചാർ റെഡി ആയിരിക്കുകയാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഒരു രീതിയിൽ ഒരു തവണയിലും കഴിച്ചിരിക്കണം. ഞാൻ 100% ഉറപ്പ് പറയുന്നു, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള സൂപ്പർ വീഡിയോസുമായി വരുന്നവരെ ബൈ.